ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സൺഡേ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾ 3 പേരുണ്ട്. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. കാശിക്കുട്ടനുണ്ട്, ഞാൻ സുരേട്ടന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ദിവസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പയർ വിത്ത് നടുന്നതും മുളയ്ക്കുന്നതും പയർ ചെടിയായതൊക്കെ. അപ്പോൾ അത് നമ്മുടെ പയറൊക്കെ അടിപൊളിയായിട്ട് വളർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട്. പൂക്കളും നിറയെ കായ്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളായിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് ഇന്ന് പയർ ആദ്യമായിട്ട് പറിച്ചെടുക്കുകയാണ്. പയർ പറിച്ചെടുക്കാനായിട്ട് പോയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ചെടിയിൽ ഇങ്ങനെ കായ്കൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. പിന്നെ അത് നമ്മൾ നട്ടതും കൂടി ആകുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും സുരേട്ടനും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയും പയർ ഒക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് പറിക്കുമ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് കഴിക്കാനായിട്ട് എന്നൊക്കെ ഉള്ളതും വേറൊരു സന്തോഷം. അപ്പോൾ എന്താ പറയുക, നന്ദു പറയാതെയാണ് വന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിലാണ് അവൻ. ഇപ്പോൾ ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എന്തായാലും അവൻ പിറ്റേ ദിവസം കൂടി നിന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാശിക്കുട്ടനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, പയർ പറിക്കാനായിട്ട്. ഇപ്പോൾ ആൾക്കും ഇത് എന്താണെന്നൊന്നും അറിയില്ല, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അവൻ പയർ വിത്ത് നട്ടതിന് ശേഷം ഇങ്ങനെ മുളയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കറിയാം അത് എന്താണ്, പയർ വിത്ത് മണ്ണിനിടയിലിട്ട് വന്ന് മുളച്ച് ചെടിയാവും, ചെടിയിൽ കായണ്ടാവുന്നൊക്കെ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനെ കൊണ്ട് തന്നെ പറപ്പിക്കുമ്പോൾ അവനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ് സംഭവം എന്നൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ആൾക്ക് പറിക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും ഒറ്റ വലിയ ചെടിയടക്കം പറഞ്ഞു പോരുന്ന രീതിയിലുള്ള വലിയാണ്. എന്നാലും അവനെ കൊണ്ട് പറപ്പിച്ചെടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇലയൊക്കെ ദേഹത്ത് തട്ടി ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. ആൾക്ക് വലിയ ഇഷ്ടമൊന്നായിട്ടില്ല. ഇതെന്തായാലും ശരിയായൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞതാ പോകുന്നു കേട്ടോ. ചൊറിച്ചിലുണ്ട്, എന്തോ കടിച്ചു തോന്നുന്നതൊക്കെ പറഞ്ഞതാ പുറത്തിറങ്ങി നിൽക്കുകയാണ് ആൾ. അപ്പോൾ എന്തായാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കാശിക്കുട്ടനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും അഭിപ്രായങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സംശയങ്ങളൊക്കെയാണ് ആൾക്ക്. അപ്പോൾ അതൊക്കെ തീർത്ത് കൊടുക്കണ്ടേ നമ്മൾ വലിയ ആൾക്കാർ, കുഞ്ഞു മക്കൾക്കുള്ള സംശയങ്ങളൊക്കെ. അപ്പോൾ അതാ പയറൊക്കെ പറിക്കാൻ അവന് സന്തോഷമാണ്. പക്ഷേ ഈ ഇലകളൊക്കെ ദേഹത്ത് തട്ടി ചൊറിച്ചിൽ വരുമ്പോഴേ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പയറൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളായിട്ട് നട്ട് വളർത്തിയുള്ള ചെടിയിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് 1-2 നേരമൊക്കെ ഒരുപാട് നല്ല വിശദമായിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാനുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ നമ്മൾ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ വിത്തൊന്നും അല്ല കേട്ടോ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വൻപയറിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ തോന്നുന്നു. അപ്പോൾ സുരേട്ടൻ പറയാം കുറച്ചും കൂടി സ്ഥലത്ത് കൂടി ഉണ്ടാക്കായിരുന്നു എന്ന്. ഇത് കായ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, അങ്ങനെ ഞങ്ങൾ നട്ട് നോക്കിയതാണ്. ഇനി കായ ഉണ്ടായില്ലെങ്കിൽ ഇലയെങ്കിലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇലക്കറികൾ ഉപയോഗിക്കാനായിട്ട് ഈ പയർ ചെടിയിൽ നല്ല രസമാണ് കേട്ടോ, അതിൻ്റെ ഇല കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കായ്കളും പൂക്കളും കാണുന്നതിന് മുന്നേ ഇല നുള്ളി കൊടുത്താൽ ഒരുപാട് കായ്കൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇലക്കറികൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, തോരനൊക്കെ. അപ്പോൾ നമ്മളിതാ പയറൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, കുറ്റിപ്പയർ എന്ന് പറയും ഇതിനെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് നാടൻ പയർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ പയർ കൊണ്ട് ഉണ്ടാക്കണ എന്താ പറയുക, അച്ചിങ്ങ പയറില്ലേ, അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക, അത്രയും ഇതിനകത്ത് കുറേ എന്തായി പയർ മണികളായിരിക്കും കൂടുതലുണ്ടാവുക. ഒരുവിധം മൂപ്പത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല, നല്ല തൊലി നല്ല ഹാർഡായിപ്പോവും. അപ്പോൾ നമ്മളതിൻ്റെ അകത്തുള്ള അരികൾ മാത്രമാണ് എടുക്കുക. അപ്പോൾ അത് ഒരുപാടെണ്ണം ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ടതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. ഞാൻ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഉണ്ടായാലും ചോറ് കഴിക്കാനായിട്ട് നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ വെച്ച് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക, കത്തി വെച്ച് അരിയല്ല. ഇങ്ങനെ പൊട്ടിച്ചെടുത്തൊക്കെ പാകമാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിറയെ പയർ മണികളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം മാത്രമേ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ടുള്ള പയർ മാത്രമേ പൊട്ടിച്ചിടുകയുള്ളൂ. അപ്പോൾ ഇതിന് ഇത്രയും തൊലിക്കകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല കാന്താരി മുളക്, അടിപൊളി കാന്താരി മുളക് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാന്താരി മരങ്ങളും കാന്താരി തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒക്കെ പറിച്ചെടുത്താണ് അവരുടെ രഞ്ജിത്തിൻ്റെ അമ്മ പോരാനായപ്പോഴത്തേക്ക് പറിച്ച് കവറാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായി കാന്താരിയൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇത്തിരി വെള്ളം ഒഴിച്ചു, വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്തു. അതിലേക്ക് നമ്മൾ ഈ പയർ പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചാൽ നല്ല അടിപൊളി ഉപ്പേരിയാവും. പക്ഷേ സാധാരണ പയറിനേക്കാൾ ഇത്തിരി കൂടി വേവുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അടച്ച് വെച്ച് വേവിക്കാം.
അപ്പോൾ ഇത്തിരി നേരം അടച്ച് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതാ ഇങ്ങനത്തെ ഉപ്പേരി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ നമ്മുടെ എല്ലാ കടകളിലും ഇങ്ങനെ വാങ്ങാനൊന്നും കിട്ടാറില്ല. നമ്മളെ എന്താ പറയുക ഉൾപ്രദേശങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.